എവിടേക്ക് പോകും? നമ്മുടെ കുഞ്ഞുങ്ങളോ? അവരുടെ കാര്യത്തിൽ എനിക്ക് മാത്രമല്ലല്ലോ ബാധ്യത. ശരി, വാസുവിന്റെ അച്ഛനും സഹോദരങ്ങളുണ്ടല്ലോ. അവരുടെ കാര്യത്തിൽ നിങ്ങൾ ബുദ്ധിമുട്ടണ്ട, അവർ ഹോട്ടലിൽ നിന്ന് കഴിച്ചോളൂ. അപ്പൊ പിന്നെ ഇങ്ങനെ ഒരു വീടെന്തിന്? അതെ, സ്വയം തീരുമാനിച്ചാൽ മതി. വാടക വീടല്ലേ, വേണമെങ്കിൽ വിട്ടോളയൂ, ഇല്ലെങ്കിൽ അടച്ചിടണം. അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. വാസുവിന്റെ കുറച്ചുകൾ ലീവ് എടുത്താൽ മാത്രം മതി. ഞാൻ ലീവ് എടുക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനമില്ല. എനിക്ക് വീട്ടുകാര്യങ്ങൾ ഒന്നും നോക്കാൻ അറിയില്ല. അറിയില്ലെങ്കിൽ പഠിക്കണം. പുരുഷൻ പ്രസവിക്കുന്നില്ല, സ്ത്രീ മാത്രമേ പ്രസവിക്കുന്നുള്ളൂ. അവർക്ക് മാത്രമേ മുല കൂട്ടാനും പറ്റൂ. കുഞ്ഞുങ്ങളെ വളർത്തേണ്ടവളാണ് സ്ത്രീ. അവരെ വളർത്താൻ ഒരു കൂട് വേണം, അതാണ് വീട്. ആ വീടിന്റെ കാര്യങ്ങൾ നോക്കി നടത്താൻ അറിയാത്തവൾ പെണ്ണല്ല, അവൾ അമ്മയായിക്കൂടാ. ഓഹോ, ഇത്രയും വലിയ അറിവുകളൊക്കെ മനസ്സിലുണ്ടായിരുന്നോ? ഇതുവരെ ഇതൊക്കെ എവിടെ ഒളിച്ചു വെച്ചിരുന്നു? ഒളിച്ചു വെച്ചിരുന്നതല്ല, അടങ്ങിക്കിടന്നതാണ്. നിന്നോടുള്ള ആരാധന കൂടിയപ്പോ അറിവ് അടങ്ങിപ്പോയടി. ഐ സീ. അതുവരെ മനസ്സിലായിട്ടില്ലേ? ഭാര്യയുടെ അടിമയെപ്പോലെ നടക്കുന്ന പലരും അറിവ് കുറഞ്ഞു വരുന്നതല്ല, ആരാധന കൂടിപ്പോയവരാണ്. എന്നെ പോലുള്ള ശുദ്ധാത്മാക്കൾ, വിഡ്ഢികൾ. എനിക്കിതൊന്നും കേട്ടേക്കാൻ സമയമില്ല, ഞാൻ പോകുന്നു. വേഗം ലീവ് എഴുതി കൊടുത്തിട്ട് പോരെ. ലീവ് എടുക്കലെന്ന് ഞാനല്ലേ പറഞ്ഞത്? ലീവ് എടുക്കണം ഞാനല്ലേ പറഞ്ഞത്? പോയി എഴുതി കൊടുത്തിട്ട് വാ. മക്കള് കാപ്പ് കുടിച്ചു കഴിഞ്ഞോ? കുടിക്കാൻ തോന്നുന്നില്ല ഡാഡി. അതെന്താ? മമ്മിയും ഡാഡിയും എന്തിനാ എങ്ങനെ വഴക്കൂടുന്നത്? മുമ്പൊക്കെ ഇങ്ങനെ അല്ലായിരുന്നല്ലോ ഡാഡി. ഓട്ടം പോലെ സാരമില്ല, നമുക്ക് സമാധാനം ഉണ്ടാക്കാം. വരൂ. ഇവിടെ അപ്പുറത്തേക്ക്. ഞാൻ മുറിയിലിരുന്നെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. സന്തോഷം. കേട്ടല്ലോ. നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇടപെട്ടില്ല എന്നായിരിക്കും ചോദ്യം. ഇല്ല, അങ്ങനെ ചോദ്യം ഇല്ല, ചോദിക്കേണ്ട കാര്യമില്ല. ഇല്ലേ? അവളെ എന്റെ മകളാ. പക്ഷേ എനിക്ക് കല്യാണം ചെയ്തു കൊണ്ടുപോയില്ലേ? കല്യാണത്തിന് ചില വ്യവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു. മറന്നോ അതൊക്കെ? എന്തൊക്കെയായിരുന്നു വ്യവസ്ഥകൾ? ജോലി കളയരുത്. കളയണമെന്ന് പറഞ്ഞില്ല, ലീവ് എടുക്കാനേ പറഞ്ഞുള്ളൂ. ജോലി കളയുന്നതും ജോലിക്ക് പോകാതിരിക്കുന്നതും ഒരുപോലെയാ. അങ്ങനെയാണെങ്കിലേ മോള് 2 പ്രസവിച്ചു, അതിന്റെ അവസ്ഥകളുണ്ടായിരുന്നോ? ഈ ചോദ്യം ഞാൻ റൂൾ ഔട്ട് ചെയ്തിരിക്കുന്നു. അതെ, അങ്ങ് അസംബ്ലി പോയി പറഞ്ഞാൽ മതി. അസംബ്ലിയിലോ? അസംബ്ലിയിൽ പോയി പറയാൻ ഞാനാരാ? താജിദാരോ? എവിടെയല്ലേ മീറ്റിംഗ്? പാർട്ടി വരാം. എത്ര മണിക്ക് വരും? 5 PM. ഓക്കെ. ഓക്കെ, ഞാൻ ഒരിക്കൽ പോലും ദേശീയ വീട്ടിലേക്ക് വിളിച്ചിട്ടില്ലേ? സമയം ഞങ്ങൾ വിളിക്കും. അതുപോലെ രാജേഷ്. അങ്ങനെ പോയാലോ? അറിയില്ലെന്നേ. ബൈ ബൈ. പെണ്ണോ? ഏത് പെണ്ണ്? നിങ്ങൾ കഴിയുന്നുണ്ടോ പറഞ്ഞിട്ട് ഇപ്പൊ അങ്ങോട്ട് പോയില്ലേ? അത് എന്റെ കൂടെ കോളേജ് പഠിക്കുന്ന ഒരു പെണ്ണ. നിങ്ങൾ എങ്ങനെയാ? എന്തോന്ന്? മാധവ ചേച്ചി ഈ കാര്യം വീട്ടിൽ ചെന്ന് പറയരുത്. വീട്ടിലൊന്നും പറയില്ല. എന്നാലും ചേച്ചിയോട് നേരെ പറ. ആ പെണ്ണ് കുഞ്ഞായിട്ട് ഇഷ്ടമല്ലേ? ഇഷ്ടോ? ഇതൊക്കെ ഒരു രസമല്ലേ ചേച്ചി? ആ പെണ്ണിന്റെ കൈത്തേ കയറാൻ നടക്കുക. ഞാൻ ചുമ്മാ ആലോചിക്കുന്നതേ ഉള്ളൂ. അവളുടെ വീട് പോലും എനിക്കറിയില്ല. അപ്പൊ ചുമ്മാ ഒരു കളിതമാശയാണല്ലേ? പിന്നെ അല്ലാതെ. ചേച്ചിയുടെ വീട്ടിലെന്ന് പറഞ്ഞേക്കരുത്. ഇല്ലെന്ന് പറഞ്ഞില്ലേ? കുഞ്ഞുപോ. വാസന്തി ഇതുവരെ വന്നില്ലേ? വന്നാൽ ഇവിടെ കാണില്ലേ? ഞാൻ 9 കഴിഞ്ഞല്ലോ. ഞാൻ 5 മണിക്ക് വരാറുള്ള പെണ്ണാ. അല്ല, നമ്മൾ പോയി അന്വേഷിച്ചാലോ? വേണ്ടവർക്ക് അന്വേഷിക്കും. എന്തെങ്കിലും തക്കരാകാരണമില്ലാതെ അവളങ്ങനെ വൈകത്തില്ല. നമ്മൾ നമ്മുടെ കാലത്തെ ഒരു കശീശ ഉണ്ടായില്ലേ? പാട്ടിന് പോകുന്നുണ്ടോ? കശപിശ. വന്നല്ലോ. അവൾ ഗംഭൂർ ആയുധ. എന്താ എന്ത് വേണം? ഇവിടെ വരാനല്ലേ പറഞ്ഞത്? അവിടെ ഒന്ന് പറഞ്ഞാലും കേൾക്കാം. ഇവിടെ എവിടെയായിരുന്നു? ഇവിടെ ഇല്ലായിരുന്നു മനസ്സിലായില്ലേ? എന്താ താമസം? എന്തെങ്കിലും കാരണം കാണും. കാരണം എന്താണെന്നാ ചോദിച്ചത്? ഇപ്പൊ തന്നെ പറയണോ?
നേരത്തെ പറഞ്ഞാൽ മതിയോ? ഇപ്പൊ തന്നെ പറയണം. തൽക്കാലം പറയാൻ സൗകര്യമില്ലെങ്കിലോ? എന്താ ജോലി കാണിച്ചത്? എന്താ കാണിച്ചതെന്ന് കണ്ടിട്ട് മനസ്സിലായി. നിങ്ങൾ എന്നെ അടിച്ചുവല്ലേ? നിന്നെ അടിക്കുകയല്ല വേണ്ടത്. ലീവ് എടുക്കണമെന്ന് പറഞ്ഞത് പ്രശ്നം കാണിച്ചാണല്ലേ അവനെ താമസിച്ചു വന്നത്? ഞാൻ ചോദിക്കാം മോളെ, എന്താ അത്ര താമസിച്ചത്? ഇന്നും ബസ് കിട്ടിയില്ല അച്ഛ, പണിമുടക്ക. അതുകൊണ്ട് അങ്ങനെ പിന്നെ ഞാൻ നടന്നു വരിക. കണ്ടോ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? നേരത്തെ പറയാറില്ലേ? പറഞ്ഞു വിളിച്ച് പറഞ്ഞാൽ വരണം. ചോദിക്കണ്ടെന്ന് ചോദിച്ചു പറഞ്ഞാനെ. നീ ചെയ്ത ഒട്ടും ശരിയായില്ല. ചെന്നവളെ സമാധാനിപ്പിക്കേ. എടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത് പറഞ്ഞിരുന്നല്ലോ. ആലോചിച്ചോ? ആലോചിച്ചു. ഇന്നത്തെ കൊണ്ട് എന്റെ ലീവ് തീർന്നു. ഞാൻ ഓഫീസിൽ പോവാണ്. മാസം ഇവിടെ ഉണ്ടാവണം. ലീവ് എടുക്കാൻ ഹോട്ടലിൽ പോകണമെന്നില്ല. ഇവിടെ എഴുതി വെച്ചാൽ മതി. ലീവ് എടുക്കാൻ നിവൃത്തിയില്ല. തീർച്ചയാണോ? തീർച്ച. എങ്കിൽ ആ ജോലി ഉപേക്ഷിച്ചേക്ക്. എന്തിനാ ഉപേക്ഷിക്കുന്നത്? എനിക്കൊരു ജോലിയില്ലേ? അതുകൊണ്ട് നമുക്ക് കഴിയാവുന്നതല്ലേ ഉള്ളൂ. നമ്മുടെ കുഞ്ഞിന്റെ ഭാവിയെ കരുതിയാണ് ഞാൻ പറയുന്നത്. അത് ഞാൻ തീരുമാനിച്ചോളാം. അങ്ങനെയായാൽ മറ്റു ചിലത് കൂടി എനിക്കും തീരുമാനിക്കേണ്ടി വന്നേക്കും. അക്കാര്യത്തിൽ ഒട്ടും പേടിയില്ല. ഓൾറൈറ്റ്, ഞാൻ പോകുന്നു. വാസന്തിക്ക് ജോലി ഉപേക്ഷിക്കുകയോ ലീവ് എഴുതി കൊടുക്കുകയോ ചെയ്യാം. ഞാൻ ഓഫീസിൽ വരുമ്പോ വാസന്തി ഇവിടെ ഉണ്ടായിരിക്കും. ഓക്കെ? ആരിവൻ വാസ്കോടിയാണയോ? അത് വിവരദോഷി പറയുന്നൊന്നും കേട്ട് നീ ലീവ് എടുക്കരുത്. ആര് പറഞ്ഞാലും ഞാൻ ലീവ് എടുക്കില്ല അച്ഛാ. ലീവ് എടുത്താലേ അത്രയും ദിവസം ഡൈനാമിക് ആയി പോകും. ഡൈനാമിക് അല്ല അച്ഛാ, അത് തന്നെ. അത് ഹോട്ടലിലില്ല. ഒണ്ടേലും ഇല്ലേലും ലീവ് എടുത്താ അത് കുറച്ച് ശമ്പളം കിട്ടൂ. ഒരു മാസത്തെ ലീവോ? പ്രോബ്ലം മാസത്തെ വീട്ടിൽ കുഞ്ഞിയുടെ കാര്യം നോക്കാൻ ആരുമില്ല സാർ. അതിനോട് നല്ല വേലക്കാരി കണ്ടുപിടിച്ചാ പോരെ. വീട്ടിൽ അമ്മൂമ്മ പോയി. വേറെ ആരെയും ഇതുവരെ കിട്ടിയില്ല. ഒരു മാസത്തേക്ക് വാസന്തി ഇവിടെ ഇല്ലെങ്കിൽ റിസപ്ഷന്റെ കാര്യങ്ങളൊക്കെ കുറയും. അത് കൈകാര്യം ചെയ്യാൻ നിങ്ങളെപ്പോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളെന്തെന്ന് അറിയാമല്ലോ. എനിക്കറിയാം സാർ. തൽക്കാലം മറ്റൊരു മാർഗം ഇല്ലാഞ്ഞിട്ടാണ്. ഓൾറൈറ്റ്, ഏതായാലും ഈ ആപ്ലിക്കേഷൻ ഞാൻ ഇന്ന് കൺസിഡർ ചെയ്യുന്നില്ല. ഇത് വൈകുന്നേരം ജോലി ചെയ്തിട്ട് നാളെ നിങ്ങൾ അവധി എടുത്തോളൂ. ശരി സാർ. ഓക്കെ, താങ്ക് യു. ഇനി ഏതായാലും നമുക്ക് എന്റെ വീട്ടിലേക്ക് പോകാം. അതിരിക്കട്ടെ, ഇന്നൊന്ന് ലേഖയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തോന്നാൻ എന്താ കാര്യം? അമ്മ രാജേഷ് പറയാറില്ലോ അല്ലേ? അമ്മയോട് പറഞ്ഞപ്പോ അമ്മയ്ക്ക് സന്തോഷമായി. അമ്മ ഇപ്പൊ കാത്തിരിക്കുന്നുണ്ടാവും. എനിക്കും സന്തോഷമായി. ലേഖയുടെ അമ്മയെ ഒന്ന് പരിചയപ്പെടുകയും ചെയ്യാമല്ലോ. വരൂ. നമ്മളെന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇവിടെ വരേണ്ടത്. ഇയാളോ ലേഖയുടെ വീട്? അതെ, അകത്തേക്ക് വരൂ. വരൂ രാജേഷ്. സാമോനെ അകത്തോട്ടിരിക്കാം. മാധവ ചേച്ചിയോ? ചേച്ചി എന്തിനാ ഇവിടെ വന്നത്? അതെന്തൊരു ചോദ്യമാ മോനെ. ഞാൻ പിന്നെ ഇവിടെ പോവാനാ? എന്റെ വീടല്ലേ ഇത്? ഇവിടെ എന്റെ മോളാ. ലേഖയോ? അയ്യോ പിന്നെ എവിടെ പഠിപ്പിക്കാൻ വേണ്ടിയല്ലേ ഞാൻ ഈ പങ്കപ്പാടൊക്കെ പെടുന്നത്. ഞാനില്ലാമക്കാരിയാണെങ്കിലും എന്റെ മോക്ക് ഞാൻ ഒരു കുറവും വരുത്തിയിട്ടില്ല. അകത്തോട്ട് വിളിച്ചിരിക്കും മോളെ. വരൂ രാജേഷ്. ഇല്ല, ഞാൻ പോകുന്നു. എവിടെ പോകുന്നു? ഞാൻ എന്റെ വീട്ടിൽ പോകുന്നു. എറണാകുളത്ത് പെൺപിള്ളേരെ പറഞ്ഞു പറ്റിച്ച് കൂട്ടത്തിൽ കൂടെ രസിക്കാമെന്ന് വിചാരിച്ചേടാ. എന്റെ രസമൊക്കെ ഇനിയും തീർക്കും. അയ്യോ അരി കേട്ടാ, കുഴപ്പമൊന്നും കാണിക്കണ്ടേ. കേട്ടോ മോനെ, ഒരു രസത്തിന് വേണ്ടിയാണ് അവനെ കൊണ്ട് നടക്കുന്നതെന്നല്ലേ മോൻ പറഞ്ഞത്. ഞങ്ങളോട് ചോദിച്ചപ്പോ മോൻ കല്യാണം കഴിച്ചില്ലെങ്കിൽ അവൻ ചത്തുകളയെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് മോനെ വിളിപ്പിച്ചത്. എന്ത് പറയുന്നു?